Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ നോക്കുന്നത്. പാർട്ട് 2ൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യൂണിറ്റ് 4 ആണ്. ദ ഹീലിംഗ് ടച്ച് എന്നുള്ള യൂണിറ്റ് 4 ഹീലിംഗ് ടച്ചിലെ ഓൾ യു ഹൂ സ്ലീപ്പ് ടുനൈറ്റ് എന്നുള്ള പോയമാണ്. അതിനെ തുടർന്നുള്ള ആക്ടിവിറ്റീസും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾ യു ഹൂ സ്ലീപ്പ് ടുനൈറ്റ്. Read the poem given below. It is about what we feel when we are far from our loved ones. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് അകലെയാണെങ്കിൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പോയം വരുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇത് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഓൾ യു ഹൂ സ്ലീപ്പ് tonight. All you who sleep tonight, far from the ones you love, no hands to left or right and emptiness above. Know that you are not alone. The whole world shares your tears, some for 2 nights or 1 and some for all their years. So endana all you who sleep tonight, ഒരു മിനിറ്റ് നമുക്ക് നോക്കാം. എന്താ പറയണത്? ഇന്ന് രാത്രി ഉറങ്ങുന്ന നിങ്ങളെല്ലാവരും, ഫാർ ഫ്രം ദ വൺസ് യു ലവ്, നിങ്ങൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ വളരെ അകലെയാണെങ്കിൽ, നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്, അതായത് നിങ്ങളുടെ ഇടത്തോ വലത്തോ കൈകളില്ല. ആൻഡ് എംപ്റ്റിനെസ് എബോവ്, മുകളിലാണെങ്കിൽ ശൂന്യത, ആരുമില്ലാത്തൊരവസ്ഥ, നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമ്മൾ അകലെയാകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് കേട്ടോ. നോ ദാറ്റ് യു ആർ നോട്ട് അലോൺ, നിങ്ങൾക്കറിയാം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന്. ദ ഹോൾ വേൾഡ് ഷെയർസ് യുവർ ടിയേഴ്സ്, ലോകം മുഴുവൻ നിങ്ങളുടെ കണ്ണുനീർ പങ്കിടുമെന്ന് നിങ്ങൾക്കറിയാം. സം ഫോർ 2 നൈറ്റ്സ് ഓർ 1, എന്താണ്, ചിലവർ 2 രാത്രി അല്ലെങ്കിൽ അതായത് നമുക്ക് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടാവും, ചില സമയത്ത് ചില ആളുകൾ ഉണ്ടാവും അല്ലേ, ഒരു ദിവസമോ 2 ദിവസം അങ്ങനെ ഉണ്ടാവും. ആൻഡ് സം ഫോർ ഓൾ ദെയർ ഇയേഴ്സ്, ചിലരോ എല്ലാ കാലത്തും നമ്മുടെ കൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പോയട്രി ആണ്. സോ ഇതിന് കുറേ ഇന്നർ മീനിങ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നായിട്ട് ഇങ്ങോട്ട് നോക്കാം. എബൌട്ട് ദ പോയറ്റ് ആണ്. ഇവിടെ വിക്രം സേത്ത് ആണ് നമ്മുടെ പോയറ്റ്. വിക്രം സേത്ത് അത് നിങ്ങൾ വായിക്കുക, നമുക്കിത് നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. ഇൻ ഹൂസ് കമ്പനി ഡു യു വിഷ് ടു സ്ലീപ്പ്, നിങ്ങൾക്ക് ആരുടെ കൂടെ സ്ലീപ്പ് ചെയ്യാനാണ് ഇഷ്ടം എന്നാണ്. ദ പോയം സ്പീക്സ് ടു ദോസ് ഹു വിഷ് ടു സ്ലീപ്പ് ഇൻ ദ കമ്പനി ഓഫ് ദർ ലവ്ഡ് വൺസ്. അപ്പോൾ ഈ പോയത്തിൽ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ലവ്ഡ് വൺസിൻ്റെ കൂടെ, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ സ്ലീപ്പ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ കൂടെ സ്ലീപ്പ് ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ളതിൻ്റെ ഒരു ആൻസറും കൂടി അവിടെ എഴുതുക. ഇത് തന്നെ എഴുതാം കേട്ടോ. വിത്ത് മൈ ലവ്ഡ് വൺസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വിത്ത് മൈ മോം എന്ന് എഴുതാം. അത് എഴുതാം കേട്ടോ. അതിവിടെ കൊടുത്തിട്ടില്ല. വിത്ത് മൈ മോം, ഞാനിവിടെ വിത്ത് മൈ മോം എന്ന് കൊടുക്കുകയാണ്. ഹൗ ഡു പീപ്പിൾ ഫീൽ വെൻ ദേ ആർ ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ്. അപ്പം നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് അകലെ പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക? പീപ്പിൾ ഫീൽ ലോൺലി ആൻഡ് ഐസൊലേറ്റഡ് വെൻ ദേ ആർ ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ്. അപ്പം നമ്മൾ ഭയങ്കര ഒറ്റപ്പെട്ടതായിട്ടൊക്കെ നമുക്ക് തോന്നും അല്ലേ. The poem captures the sense of emptiness and loneliness. Why does the poet say you are not alone? നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയണത് എന്തുകൊണ്ടാ? The poet says you are not alone to remind us that loneliness is a shared human experience. അപ്പോൾ നമുക്ക് ഒറ്റപ്പെടുക എന്നുള്ളത് ഒരു ഷെയർഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ചുറ്റും ഒരുപാട് പേര് ഇതേ ഫീലിങ്സോടെ നടക്കുന്നുണ്ട്, ഒറ്റപ്പെടല്ല അല്ലേ. Many people around the world feel the same way and this shared experience can provide some comfort. അടുത്തത്, സജസ്റ്റ് അനദർ ടൈറ്റിൽ ബേസ്ഡ് ഓൺ ദ തീം ഓഫ് ദ പോയം. ഈ പോയത്തിന് വേറൊരു ടൈറ്റിൽ കൊടുക്കുക, ഹെഡിങ് യൂണിവേഴ്സൽ ലോൺലിനെസ് കൊടുക്കാം നമുക്ക്. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദ പോയം. പോയത്തിലുള്ള റൈമിംഗ് വേർഡ്സ് പിക്ക് ഔട്ട് ചെയ്യാനാണ്. ലവ് എബവ്, ടിയേഴ്സ് ഇയേഴ്സ്, ടുനൈറ്റ് റൈറ്റ്. ഓക്കെ, ഇതാണ് ഇതിലെ റൈമിംഗ് വേർഡ്സ് വരിക. എലോൺ 1 ഉണ്ട് കേട്ടോ.
അടുത്തത് ആക്ടിവിറ്റി 1 ആണ്. നോ ദാറ്റ് യു ആർ നോട്ട് അലോൺ. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ? റൈറ്റ് ഡൗൺ യുവർ കമൻസ്. അപ്പോൾ ആ വരികളിൽ എന്താണ് പറയുന്നത്, എന്താണ് അത് മീൻ ചെയ്യുന്നത്, നിങ്ങളുടെ കമൻസ് എഴുതുക. The line "Know that you are not alone" means that loneliness is a common experience shared by many people. It reminds us that even when we feel isolated, others around the world feel the same way. This shared experience can provide comfort and a sense of connection. The poet emphasizes that we are part of a larger human community. அடுத்தது activity 2. The whole world shares your tears. What does the expression share your tears means? Do you find comfort when you share your tears with others? Share your experience in the class. അപ്പോൾ ഈ ഷെയർ യുവർ ടീയേഴ്സ്, നമ്മുടെ കണ്ണുനീർ മറ്റൊരാളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളിങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റൊരാളോട് പറയാറുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ആൻസർ: ദ എക്സ്പ്രഷൻ ഷെയർ യുവർ ടീയേഴ്സ് മീൻസ് ദാറ്റ് others understand and empathize with your pain and sorrow. It suggests that your feelings are not isolated and that many people around the world experience similar emotions. This shared understanding can create a sense of connection and solidarity. When I was feeling really sad, ഇനി നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ്. When I was feeling really sad because my best friend moved away, I shared my feeling with my classmates. At first I was nervous, but then I realized that some of them had also experienced similar situations. They told me about their own stories and how they coped with it. It made me feel better knowing that I was not the only one going through this. We even decided to write letters to our friends who had moved away, which helped us stay connected and feel less lonely. Sharing experiences can help us feel understood and supported. It reminds us that we are not alone in our feelings. Activity 3. Collect poems related to the theme sharing. You may present one of the poems in your class. Write the titles of the poems presented by your friends. അപ്പോൾ ലൈഫ് ഇസ് എ ടോൾ ടെൻഡർ ട്രീ എന്നാണ് നമ്മുടെ പോയത്തിൻ്റെ പേര്. ഫോർ ഇഫ് ലൈഫ് ഇസ് എ ടോൾ ടെൻഡർ ട്രീ, for then life is joy, life is free. The tree is dancing in the air, sunny or showers, with his joy, with his love, with his flowers. Dr. Debashish Brida. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ പോയട്രി എഴുതാവുന്നതാണ്. കളക്ട് ദ പോയിംസ് റിലേറ്റഡ് ടു തീം ഷെയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഷെയറിംഗ് എന്ന് ആ ഒരു നമ്മൾ പങ്കുവെക്കുക, ഷെയർ ചെയ്യുക, നമ്മളുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുക, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ആ ഷെയറിംഗ് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയംസ് സെലക്ട് ചെയ്ത് എഴുതാവുന്നതാണ്. യു മേ പ്രസൻറ്റ് വൺ ഓഫ് ദ പോയംസ് ഇൻ യുവർ ക്ലാസ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഒരുപാട് ഓതേഴ്സ് എഴുതിയത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്ത് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ലൈഫ് ഇസ് എ ടോൾ ടെൻഡർ ട്രീ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്ന് വാച്ച് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.